ഹായ് എവരിവൺ. സോ എവിടം ആപ്പ് സൈഡ് വർക്ക് ഫ്ലോ ആണ് ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ആപ്പ് ലോഞ്ച് ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ടാപ്പ് ചെയ്യുന്നത് വെച്ച് ഫസ്റ്റ് ആപ്പിൻ്റെ ലാൻഡിംഗ് പേജ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ദെൻ നമുക്കിവിടെ ഒരു ഫോൺ നമ്പർ ഫീൽഡുണ്ട് ഫോർ നമ്പർ രജിസ്ട്രേഷൻ. സോ നമ്മുടെ 10 digit നമ്പർ ഇവിടെ രജിസ്ട്രേഷൻ വേണ്ടിയിട്ടാണ് ലോഗിൻ സ്ക്രീനുള്ളത്. ദെൻ ആഫ്റ്റർ ടാപ്പിംഗ് ലോഗിൻ ബട്ടൺ നമുക്ക് OTP വെരിഫിക്കേഷൻ പ്രോസസ്സ് ആയിരിക്കും. സോ OTP വെരിഫിക്കേഷൻ പ്രോസസ്സ് നമുക്ക് ഇവിടെ തന്നെ ഒരു റീസെൻറ്റ് OTP ബട്ടൺ അവൈലബിൾ ആണ്. സോ നമ്പർ ചേഞ്ചിന് വേണ്ടി നമ്പർ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. സോ ആഫ്റ്റർ സെലക്ടിങ് ദ നമ്പർ വി കുഡ് ചേഞ്ച് ദ OTP ആൻഡ് ഇവിടെ ഒരു യൂസർ എഗ്രിമെൻറ്റ് ടേംസ് ഓഫ് സർവീസ് പോപ്പപ്പ് അവൈലബിൾ ആയിരിക്കും. സോ ആഫ്റ്റർ റീഡിങ് ഇറ്റ് ആക്സെപ്റ്റ്. ദെൻ നമുക്കിവിടെ യൂസർ സൈഡ് ആൻഡ് സ്റ്റാഫ് സൈഡ് രജിസ്ട്രേഷനായിട്ട് യൂസർ സൈഡിന് മെയിലിൻ്റെ ഒരു അവതാറും സ്റ്റാഫ് സൈഡിന് ഫീമെയിലിൻ്റെ ഒരു അവതാറും അവൈലബിൾ ആയിരിക്കും. സോ മെയിൽ സെലക്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ ലോഗിൻ ബട്ടൺ ടാപ്പ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നമുക്ക് നെയിം രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫീൽഡായിരിക്കും. സോ നമുക്കിവിടെ നെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും ടാഗ് ചെയ്ത് കൊടുക്കുക. സോ ആഫ്റ്റർ ദാറ്റ് നമുക്ക് ചൂസ് യുവർ ലാംഗ്വേജ് എന്ന് പറയുന്ന പേജ് ആയിരിക്കും. സോ ഇവിടെ നമുക്ക് നമ്മുടെ നേറ്റീവായിട്ടുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ആഡ് എ പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്ന സെക്ഷൻ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അവതാറായിരിക്കും പ്രൊഫൈലായിട്ട് വരിക. സോ ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് ബട്ടൺ ടാപ്പ് ചെയ്യുക. യൂസർ സൈഡ് ആപ്പ് രജിസ്റ്റർ ആയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഹോം ബട്ടൺ കാണാൻ സാധിക്കും. സോ ഇവിടെ ഹോം ബട്ടണിൽ സ്റ്റാഫ് അല്ലെങ്കിൽ ഫീമെയിൽ സ്റ്റാഫ്സിൻ്റെ ലിസ്റ്റിംഗ് ആയിരിക്കും കാണുക. ദെൻ നമുക്കിവിടെ ഇവിടത്തിൻ്റെ ലോഗോ കാണാം. ഇവിടെ കോയിൻ ഐക്കൺ കാണാം. കോയിൻ ഐക്കൺ ടാപ്പ് ചെയ്യുന്നതനുസരിച്ച് വാലറ്റ് പേജിലോട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് വാലറ്റിൽ നിന്ന് കോയിൻ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ പർച്ചേസ് ചെയ്യുന്ന കോയിൻസ് ആയിരിക്കും നമുക്ക് കോളിങ്ങിന് വേണ്ടി യൂസബിൾ ആയിരിക്കുന്നത്. സോ നമുക്കിവിടെ ബാനറായിട്ട് ഓരോ കോയിൻസിൻ്റെയും ഡിസ്കൗണ്ട് ഓഫർ ബാനറായിട്ട് ഇവിടെ ഡിസ്പ്ലേ ആകുന്നുണ്ട്. സോ കോയിൻ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക. നേരെ റാസർ പേ ഇൻ്റഗ്രേഷനിലോട്ടായിരിക്കും പോവുക. ഇവിടെ നമുക്ക് കോയിൻ പർച്ചേസ് ചെയ്യുന്നതാണ്. ദെൻ നമുക്കിവിടെ തന്നെ ഓട്ടോ കോൾ സെക്ഷൻ അവൈലബിൾ ആയിരിക്കും. ഓട്ടോ കോൾ സെക്ഷനിൽ നമുക്കിവിടെ ഓഡിയോ കോൾ വീഡിയോ കോൾ ചെയ്യുന്നതാണ്. ദെൻ ഇവിടെ റീസെൻറ്റ് കോൾ ലിസ്റ്റിന് വേണ്ടി ഒരു കോൾ ലോഗ് അവൈലബിൾ ആയിരിക്കും. ദെൻ നമുക്ക് ഉള്ളത് യൂസർ സൈഡ് രജിസ്ട്രേഷൻ ചെയ്ത പ്രൊഫൈൽ സെക്ഷൻ ആയിരിക്കും. പ്രൊഫൈൽ സെക്ഷനിൽ നമുക്കിവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. യൂസറിൻ്റെ നെയിം നമുക്കും ഫോൺ നമ്പർ നമുക്കിവിടെ നിന്ന് ചേഞ്ച് ചെയ്യുന്നതാണ്. ദെൻ നമുക്കിവിടെ വാലറ്റുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കോയിൻ പർച്ചേസിന് വേണ്ടി വാലറ്റ് ഉണ്ട്. ദെൻ ട്രാൻസാക്ഷൻ സെക്ഷനിൽ നമുക്ക് പർച്ചേസ് ചെയ്ത കോയിൻസിൻ്റെ ട്രാൻസാക്ഷൻസ് വിത്ത് ഡേറ്റ് ആൻഡ് കോയിൻ എമൗണ്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. ദെൻ ലാംഗ്വേജ് സെറ്റിങ്സിൽ നിന്ന് ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതാണ്. സോ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്സിനെ ആയിരിക്കും ദെൻ നമ്മുടെ ഹോം സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുക. ദെൻ നമുക്ക് റേസ് ടിക്കറ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. റേസ് ടിക്കറ്റിനടുത്ത് നമുക്കിവിടെ കംപ്ലയിൻസ് ആൻഡ് ക്വയറീസ് ആഡ് ചെയ്യുന്നതാണ്. യൂസർ സൈഡ് നമുക്കിവിടെ ഓരോ കംപ്ലയിൻസ് റേസ് ചെയ്യാനായിട്ടാണ് റേസ് ടിക്കറ്റ് ഉള്ളത്. സോ ആ കംപ്ലയിൻസ് അഡ്മിൻ നോക്കി അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. സോ ആഫ്റ്റർ നമ്മുടെ കംപ്ലയിൻസ് ആൻഡ് ക്വയറീസ് തീർന്നതിന് ശേഷം മാർക്കർസ് ക്ലോസ് കൊടുക്കുന്നതോടെ കൂടി നമ്മുടെ റേസ് ടിക്കറ്റ് അവിടെ ക്ലോസ് ആവുന്നതാണ്. പിന്നെ ആ ചാറ്റിംഗ് ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കില്ല. ദെൻ ഡിലീറ്റ് അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ട് ഡിലീഷന് വേണ്ടിയിട്ട് പിന്നെ ലോഗൗട്ട് ബട്ടൺ. ഇനി നമുക്ക് സ്റ്റാഫ് സൈഡ് രജിസ്ട്രേഷനിൽ പോവാം. സോ സ്റ്റാഫ് സൈഡ് രജിസ്ട്രേഷനും സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഫസ്റ്റ് ഫോൺ നമ്പർ രജിസ്ട്രേഷൻ, ദെൻ OTP രജിസ്ട്രേഷൻ. ദെൻ ഇവിടെ നമുക്ക് സ്റ്റാഫായിട്ടാണ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഫീമെയിൽ സെക്ഷൻ ടാപ്പ് ചെയ്യുക. ഫീമെയിൽ ലോഗിൻ ചെയ്യുക. ദെൻ നെയിം ആഡ് ചെയ്യുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്. ദെൻ ലാംഗ്വേജ് സെലക്ഷൻ. ദെൻ നമുക്കിവിടെ വെരിഫിക്കേഷൻ പ്രോസസ്സിനായിട്ട് ഫേസ് ക്യാപ്ചറിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ക്യാമറ ബട്ടൺ അവൈലബിൾ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് ക്യാപ്ചർ ഫേസ് ടാഗ് ചെയ്യുന്നതോടുകൂടി ഫോട്ടോ എടുക്കാവുന്നതാണ്. സോ ഫോട്ടോ എടുത്തതിന് ശേഷം ടാപ്പ് ചെയ്യുക. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ബട്ടൺ ടാപ്പ് ചെയ്യുന്നതോടുകൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ അവിടെ രജിസ്റ്റർ ആവുന്നതാണ്. ദെൻ നമുക്കിവിടെ ഒരു എക്സ്ട്രാ വെരിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരു വോയിസ് ക്ലിപ്പ് റെക്കോർഡിംഗ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് നമ്മുടെ ഫീമെയിൽ സ്റ്റാഫ്
റെക്കോർഡ് ചെയ്യേണ്ടതാണ്. സോ റെക്കോർഡ് വോയിസ് എന്നൊരു ബട്ടൺ ടാപ്പ് ചെയ്യുന്നതോട് കൂടി റെക്കോർഡിംഗ് ഓപ്പൺ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് റെക്കോർഡ് ചെയ്യുന്നതാണ്. സോ ആ പർട്ടിക്കുലർ ടെസ്റ്റ് റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ക്ലോസ് ബട്ടൺ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് റെക്കോർഡിംഗ് സക്സസ്ഫുൾ എന്ന് പറയുന്ന മെസ്സേജ് വരും. സോ ഇതിൻ്റെ ഫർദർ വെരിഫിക്കേഷൻ നടത്തുന്നതെല്ലാം അഡ്മിൻ സൈഡായിരിക്കും. നമുക്ക് ഇവിടെ തന്നെ ഒരു റെക്കോർഡിംഗ് എന്ന് പറയുന്ന സെക്ഷനുണ്ട്. ഇഫ് നമ്മുടെ റെക്കോർഡിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റെക്കോർഡിംഗ് നമുക്ക് ഇവിടുന്ന് റെക്കോർഡ് ചെയ്യുന്നതാണ്. സോ ആഫ്റ്റർ റെക്കോർഡിംഗ് നമുക്കിവിടെ പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. സോ പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് ആ വോയിസ് കേട്ടതിന് ശേഷം നമുക്കിവിടെ നെക്സ്റ്റ് ബട്ടൺ ടാപ്പ് ചെയ്യാം. സോ നെക്സ്റ്റ് ബട്ടണിലാണ് നമുക്കിവിടെ അവതാർ സെലക്ഷൻ വരുന്നത്. സോ ഫീമെയിൽ സെലക്ഷൻ അവതാർ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. ദെൻ എ ബൾക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും നെക്സ്റ്റ് സെക്ഷനായിട്ട് വരുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് ഫീമെയിൽ സെക്ഷൻ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എല്ലാം ഇവിടെ നിന്ന് ടാപ്പ് ചെയ്യുന്നതാണ്. ദെൻ സ്റ്റാർട്ട് എക്സ്പ്ലോറിംഗ് ബട്ടൺ കൊടുക്കുന്നതോടുകൂടി പ്രൊഫൈൽ വെരിഫിക്കേഷൻ പ്രോസസ്സിലോട്ട് കിടക്കുന്നതാണ്. സോ ഈ ഒരു റിക്വസ്റ്റ് അഡ്മിൻ സൈഡ് പോകുന്നതാണ്. സോ അഡ്മിൻ അപ്രൂവ് ആക്കിയതിന് ശേഷം മാത്രമേ ഇനി സ്റ്റാഫിന് ആപ്പ് യൂസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. സോ ഇതൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്കിവിടെ അഡ്മിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് കോൺടാക്ട് നമ്പർ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് അഡ്മിൻ്റെ വാട്സപ്പ് നമ്പറിലോട്ടായിരിക്കും പോകുന്നത് ഫോർ എൻക്വയറി പർപ്പസ്. സോ വാട്സപ്പിൽ പോകുന്നതാണ്. സോ അങ്ങനെ എൻക്വയറി ചെയ്ത് നമുക്ക് അപ്രൂവൽ വാങ്ങിക്കാവുന്നതാണ്. ദെൻ ആഫ്റ്റർ അപ്രൂവൽ അഡ്മിൻ സൈഡിൽ നിന്ന് അപ്രൂവലിന് ശേഷം നമുക്ക് റിഫ്രഷൻ ടാപ്പ് ചെയ്യുന്നതാണ്. സോ ഇപ്പം നമുക്ക് ഫീമെയിൽ സ്റ്റാഫിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇതാണ് ഫീമെയിൽ സ്റ്റാഫിൻ്റെ യൂസർ ഇൻ്റർഫേസ്. സോ നമുക്കിവിടെ ഹോം സ്ക്രീനുണ്ട്. ഹോം സ്ക്രീനിൽ ഫീമെയിൽ സ്റ്റാഫ് ഡാഷ്ബോർഡിനകത്ത് വരുന്ന ഫങ്ഷനാലിറ്റീസ് മെയിൻലി ഇവിടെ ടോട്ടൽ ടൈം സ്പെൻഡ്, ടോട്ടൽ ഏർണിങ്സ്, അതായത് ഫീമെയിൽ സ്റ്റാഫിൻ്റെ ടോട്ടൽ ടൈം ഈ ആപ്പിൽ സ്പെൻഡ് ചെയ്ത ടൈം, ദെൻ ടോട്ടൽ കോയിൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഓഡിയോ കോൾ ടാപ്പിൻ, വീഡിയോ കോൾ ടാപ്പിൻ ബട്ടൺ ഉണ്ട്. ദെൻ ഈ ഒരു ഓഡിയോ കോൾ വീഡിയോ കോൾ ടാപ്പിൻ ബട്ടൺ അനുസരിച്ചായിരിക്കും നമ്മുടെ സ്റ്റാഫ് യൂസർ സൈഡ് ലിസ്റ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കറൻലി ഇവിടെ സ്റ്റാഫായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി യൂസർ സൈഡിൽ ഈ സ്റ്റാഫിൻ്റെ രജിസ്ട്രേഷൻ ലിസ്റ്റിങ്ങിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. സോ നമുക്കിവിടെ തന്നെ കാണാം സ്റ്റാഫിൻ്റെ ലിസ്റ്റിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. സോ സ്റ്റാഫ് ലിസ്റ്റിങ്ങിൽ സെയിം ഇൻട്രസ്റ്റ് തന്നെയായിരിക്കും ഇവിടെ വരിക. ദെൻ നമുക്കിവിടെ ഓഡിയോ കോൾ വീഡിയോ കോൾ ബട്ടൺ ഉണ്ട്. ഇവിടെ നിന്ന് ഓഡിയോ കോൾ ബട്ടൺ യൂസർ സൈഡിൽ നിന്ന് ഓഡിയോ കോൾ ബട്ടൺ ചെയ്യുന്ന പോലെ സ്റ്റാഫ് സൈഡിൽ ആ ഓഡിയോ കോൾ വരുന്നതാണ്. ദെൻ അതുപോലെ വീഡിയോ കോളും സെയിം ക്രൈറ്റീരിയ തന്നെയാണ്. സോ കോയിൻസ് അവൈലബിൾ അല്ല എന്നൊരു സെക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കോയിൻ പർച്ചേസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് അഡ്മിൻ ത്രൂ കോയിൻ ആഡ് ചെയ്യുന്നതാണ്. സോ ആഫ്റ്റർ ആഡിങ് കോയിൻ നമുക്ക് വീഡിയോ കോൾ ചെയ്യുന്നതാണ്. സോ വീഡിയോ കോൾ ചെയ്യുമ്പോഴും സ്റ്റാഫിന് വീഡിയോ കോൾ പോകുന്നതാണ്. സോ ബോത്ത് ഡിവൈസ് ക്യാൻ കണക്ട് ഓട്ടോമാറ്റിക്കലി ത്രൂ വീഡിയോ കോൾ. ദെൻ നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് ബട്ടൺ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കോളിൻ്റെ എക്സ്പീരിയൻസ് റേറ്റ് ചെയ്യാനായിട്ട് റേറ്റിംഗ് ബാർ അവൈലബിൾ ആയിട്ടുണ്ട്. സോ നമ്മൾ റേറ്റിംഗ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റാഫ് സൈഡിൽ തന്നെ ഇപ്പോൾ ഓഡിയോ കോൾ വീഡിയോ കോൾ ഡിസേബിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസർ സൈഡിൽ നിന്ന് കോള് അവൈലബിൾ ആയിരിക്കില്ല. ദെൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇപ്പം ഓഡിയോ കോളാണ് ഓക്കെ എങ്കിൽ ഓഡിയോ കോൾ സ്റ്റാഫ് സൈഡിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് യൂസറിന് ഓഡിയോ കോൾ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ആ പർട്ടിക്കുലർ ടൈമിൽ വീഡിയോ കോൾ ഡിസേബിൾഡ് ആണെങ്കിൽ വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കില്ല. ദെൻ സ്റ്റാഫ് സൈഡ് വീഡിയോ കോൾ ഓഡിയോ കോൾ അവൈലബിൾ ആണെങ്കിൽ അതേ സെയിം ടൈമിൽ തന്നെ യൂസർ സൈഡിലും ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. ദെൻ ഓട്ടോ കോൾ സെറ്റപ്പ് ആണുള്ളത്. ഓട്ടോ കോൾ സെറ്റപ്പ് ഓഡിയോ കോൾ അവൈലബിൾ ആണ്, ദെൻ വീഡിയോ കോൾ അവൈലബിൾ ആയിരിക്കും. സോ എത്രയാണോ സ്റ്റാഫിൻ്റെ ലിസ്റ്റ് യൂസർ സൈഡ് ഉണ്ടോ അത്രയും കോളിലേക്ക് ഈ ഒരു ഓട്ടോ കോൾ ഫങ്ഷനാലിറ്റി അവൈലബിൾ ആയിരിക്കും. ദെൻ നമുക്കിവിടെ സ്റ്റാഫിനെ ഇൻ്റർഫിയർ ചെയ്തിരിക്കാൻ വേണ്ടി ബ്ലോക്ക് യൂസർ എന്ന സെക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ റീസൺ പ്രൊവൈഡ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യുന്നതാണ് യൂസർ. ദെൻ ആ ഒരു സ്റ്റാഫിനെ നമുക്കവിടെ ലിസ്റ്റിൽ കാണില്ല. ദെൻ സ്റ്റാഫ് സൈഡ് വരുമ്പോഴത്തേക്ക് സ്റ്റാഫ് സൈഡിനകത്ത് നമുക്കിവിടെ സ്റ്റാഫ് സൈഡ് വിളിച്ച കോൾസ്, ടോട്ടൽ ടൈം ടേക്കൺ, ടോട്ടൽ ഏർണിങ്സ് ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ദെൻ റീസെൻറ്റ് കോൾസിനെടുത്ത ടൈം, കോയിൻസ് ആൻഡ് ഓഡിയോ കോളാണ് വീഡിയോ കോളെന്ന ഡിനോട്ടേഷൻ ഇവിടെ കാണാം. ദെൻ സ്റ്റാഫിൻ്റെ പ്രൊഫൈൽ. സോ സ്റ്റാഫിൻ്റെ പ്രൊഫൈലിൽ തന്നെ നമുക്കിവിടെ സ്റ്റാഫിൻ്റെ പ്രൊഫൈൽ എഡിറ്റിൽ
സ്റ്റാഫിൻ്റെ പ്രൊഫൈൽ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്, അവതാർ ചേഞ്ച് ചെയ്യാവുന്നതാണ്, ദെൻ നെയിം ചേഞ്ച് ചെയ്യാവുന്നതാണ്, ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്, ദെൻ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യുന്നതാണ്, ദെൻ മോർ ഇൻട്രസ്റ്റ് ക്യാൻ ആൾസോ ബി ആഡഡ്. പിന്നെ റെഡീം ഹിസ്റ്ററി സെക്ഷനിനകത്ത് നമുക്കിവിടെ റെഡീം ചെയ്യാൻ ഒന്നും ചെയ്തിട്ടില്ല. കോയിൻസ് റെഡീം ചെയ്ത് ക്യാഷ് ആക്കുന്ന ഒരു ടെക്നിക്കാണ് റെഡീം കോയിൻ ഹിസ്റ്ററി. സോ നമുക്കിവിടെ കോയിൻ റെഡീം എന്ന ബട്ടണിൽ മിനിമം എമൗണ്ട് ഓഫ് കോയിൻ കാണിക്കുന്നുണ്ട്. സോ ഇവിടെ നിന്നായിരിക്കും ഈ ഒരു എമൗണ്ട് ഓഫ് കോയിൻസ് കിട്ടിയാൽ മാത്രമേ സ്റ്റാഫിനെ എമൗണ്ട് ആയിട്ട് റെഡീം ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ ലാംഗ്വേജ് സെറ്റിങ്സ് ആൻഡ് ഹിയർ ഓൾസോ റൈസ് എ ടിക്കറ്റ് എന്ന ബട്ടൺ ഉണ്ട്. ഇവിടെയും റൈസ് എ ടിക്കറ്റ് വഴി സ്റ്റാഫിന് അഡ്മിനോട് കംപ്ലൈൻറ്റ് ആൻഡ് ക്വറീസ് ആഡ് ചെയ്യുന്നതാണ്. ദെൻ ഡിലീറ്റ് അക്കൗണ്ട് ആൻഡ് ലോഗ് ഔട്ട് ബട്ടൺ. ഈ ഒരു സെക്ഷനായിരിക്കും ഈ രണ്ട് സൈഡിൽ നിന്ന് വരുന്നത്. ഇത് മാത്രമല്ലാതെ കോയിൻ കട്ടിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ ഓഡിയോ കോഡിനും വീഡിയോ കോഡിനും അഡ്മിൻ പാനലിൽ നിന്നുള്ള സൈഡിൽ നിന്നുള്ള കോയിൻസിൻ്റെ കട്ടിംഗ് ആയിരിക്കും വരുന്നത്. സ്റ്റാഫ് സൈഡ് 1 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും കോയിൻ കട്ടാവുക. യൂസർ സൈഡ് കോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കോള് കട്ടാവുന്നതാണ്. അഡ്മിൻ സൈഡ് നമുക്ക് കോയിൻ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ടാരിഫും മറ്റ് കാര്യങ്ങളും അഡ്മിൻ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കൺട്രോളബിൾ ആണ്. സോ ഈ ഒരു വർക്ക് ഫ്ലോയിലായിരിക്കും നമ്മുടെ ആപ്പ് സൈഡ് വർക്ക് ആവുക. സോ ദിസ് ഈസ് ദ ഫൈനൽ എൻറ്റിറ്റി ഓഫ് എവിഡം ആപ്പ് സൈഡ്.